ഞങ്ങൾക്ക് ഇവിടെ 50 വർഷത്തോളമായെന്ന് തോന്നുന്നു LDF ഭരിക്കാൻ തുടങ്ങിയിട്ട്. UDF സംസ്ഥാനം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരും ഭരിക്കുന്നുണ്ട്. പക്ഷെ ആരും ഒരു MLA യോ MP യോ ആരും തന്നെ ഞങ്ങളുടെ വാർഡിലേക്ക് വരികയോ ഇതെന്താണെന്നൊന്ന് അറിയാൻ ശ്രമിക്കുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഈ വേലിയേറ്റം വരുമ്പം നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ മുറ്റത്ത് മാത്രമേ കയറുള്ളായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ വരാന്തയിലേക്ക് കയറും. അത് ആ വെള്ളം വലിച്ച് ഭിത്തികളൊക്കെ എടുത്തിട്ട് ഭിത്തികളെല്ലാം ഇടിഞ്ഞു പോണു. പിന്നെ ഈ വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ചെളി ഇങ്ങനെ കുത്തി ഇങ്ങനെ കിടക്കുമ്പോൾ നടക്കാൻ പറ്റാത്തൊരവസ്ഥ, കാല് ചൊറിച്ചിൽ, ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് കാരണം. പിന്നെ വാഹനങ്ങൾ ഈ വെള്ളത്തിനകത്തൂടെ വേണം ഓടിക്കാൻ. വാഹനങ്ങൾ 2 മാസം 3 മാസം 1 മാസം കൂടി ഇരിക്കുമ്പോൾ വാഹനങ്ങളൊക്കെ റിപ്പയർ ചെയ്യേണ്ടി വരുന്നു. MLA എന്ന് പറയുന്ന വ്യക്തി 2018 ഒരു പ്രളയം വന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല MLA ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. MLA ഏതാണ് MLA എന്നുള്ള മുഖം സത്യം പറയാലേ ഈ MLA മുഖം തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഓർമ്മയില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇദ്ദേഹത്തെ വീണ്ടും ജയിപ്പിക്കണതെന്നാണ് ഞാൻ ഓർക്കണത്. ഈ കൗൺസിലർ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടായിട്ടില്ല, ഒരു കാര്യം ചെയ്തു തന്നിട്ടില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കണമല്ലോ, അതുപോലും ഉണ്ടായിട്ടില്ല. നമസ്കാരം. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ വലിയ രീതിയിൽ തന്നെ പുഴയിൽ നിന്ന് വെള്ളം വീടുകളിലേക്ക് കയറുന്ന ഒരു സിറ്റുവേഷനുള്ള പ്രധാനപ്പെട്ട 2 വാർഡുകളുണ്ട്. അത് കക്കമാടൻ തുരുത്തും അതോടൊപ്പം തന്നെ പാലിയം തുരുത്തും. ഈ 2 വാർഡുകളിൽ നിരന്തരമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് അവിടുത്തെ ജനങ്ങൾ ഈ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. പക്ഷെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇതിനൊരു പരിഹാരം കാണുന്നതിനായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ കൊടുങ്ങല്ലൂരിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ BJP പ്രവർത്തകരുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായി എത്തിയ സമയത്ത് ഈ പ്രദേശത്ത്, ഈ ദുരിതം അനുഭവിക്കുന്ന പ്രദേശത്തെ ആളുകൾ ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷന്റെ നേരിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നിവേദനം സമർപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് നിലവിലെ അവിടെയുള്ള ഒരു അവസ്ഥ എന്നുള്ളത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു ചേച്ചി? മോളി. ഇപ്പോ ഈ നിങ്ങളവിടെ അനുഭവിക്കുന്ന ഒരു യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നം എന്താണ്? പ്രശ്നം ഞങ്ങൾക്ക് ഈ വേലിയേറ്റം വരുമ്പം നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ മുറ്റത്ത് മാത്രമേ കയറുള്ളായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ വരാന്തയിലേക്ക് കയറും. അത് ആ വെള്ളം വലിച്ച് ഭിത്തികളൊക്കെ എടുത്തിട്ട് ഭിത്തികളെല്ലാം ഇടിഞ്ഞു പോണു. പിന്നെ ഈ വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ചെളി ഇങ്ങനെ കുത്തി ഇങ്ങനെ കിടക്കുമ്പോൾ നടക്കാൻ പറ്റാത്തൊരവസ്ഥ, കാല് ചൊറിച്ചിൽ, ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് കാരണം. പിന്നെ വാഹനങ്ങൾ ഈ വെള്ളത്തിനകത്തൂടെ വേണം ഓടിക്കാൻ. വാഹനങ്ങൾ 2 മാസം 3 മാസം 1 മാസം കൂടി ഇരിക്കുമ്പോൾ വാഹനങ്ങളൊക്കെ റിപ്പയർ ചെയ്യേണ്ടി വരുന്നു. വാഹനങ്ങളെല്ലാം നശിച്ചു പോകുന്നു. ഈ ഒരു അവസ്ഥയാണ്. വീടുകളെല്ലാം, ഞങ്ങളുടെ ഏരിയയിലെ വീടുകളുടെ അവസ്ഥ ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളും പൊളിഞ്ഞ് എല്ലായിടത്തും ഈ ഉപ്പ് കയറി അവസ്ഥ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം കണ്ട് സംസാരിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങളൊരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പരിഹാരം ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ പ്രോജക്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ 50 വർഷത്തോളമായെന്ന് തോന്നുന്നു LDF ഭരിക്കാൻ തുടങ്ങിയിട്ട്. UDF സംസ്ഥാനം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരും ഭരിക്കുന്നുണ്ട്. പക്ഷെ ആരും ഒരു MLA യോ MP യോ ആരും തന്നെ ഞങ്ങളുടെ വാർഡിലേക്ക് വരികയോ ഇതെന്താണെന്നൊന്ന് അറിയാൻ ശ്രമിക്കുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവരിൽ നിന്നൊരു സഹായം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് ഞങ്ങൾ ഈ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും നാളുമായിട്ട് ആരും വന്ന് ഞങ്ങൾ എങ്ങനെയാണ് കിടക്കുന്നത്, ഞങ്ങളുടെ അവസ്ഥ എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാൻ ഒരു കുഞ്ഞുങ്ങളും ഒരു MP MLA ആരും തന്നെ, ഈ പറഞ്ഞ കൗൺസിലർ ആണല്ലോ നമ്മുടെ അവിടുത്തെ ആ ലൊക്കാലിറ്റിയിലെ നോക്കേണ്ടത്. ആ കൗൺസിലർ പോലും വന്ന് എന്താണെന്ന് നോക്കിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഞാനൊരു പ്രാവശ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് 10 ലക്ഷം, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഫണ്ട് കിട്ടും, പക്ഷെ അത് വലിയ വാർഡാണ്, 20-ാം വാർഡ്. ഇപ്പോഴാണ് 21 ആക്കിയത്. 20-ാം വാർഡിലേക്ക് പിന്നെ ഈ വലിയ വാർഡായ കാരണം ഒന്നും തികയില്ല. പക്ഷെ ഒന്നും തികഞ്ഞില്ലേലും എന്തെങ്കിലും ചെയ്യാനായിട്ട് അവർക്ക് തോന്നിയിരുന്നെങ്കിൽ വലിയ ഉപകാരം. പക്ഷെ അതും ചെയ്തിട്ടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളും ഇത് തന്നെ. വെള്ളത്തിനകത്തുനിന്ന് മാറുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. വേലിയേറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൂടെ നീന്തി വേണം ഞങ്ങൾ നടക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ വാങ്ങാൻ പോകാനും വരാനും വാഹനങ്ങൾ ഓടിക്കാനും ഒക്കെ ഈ ഒരവസ്ഥയിലൂടെ വേണം, വെള്ളത്തിനകത്തൂടെ വേണം. ഈ മഴക്കാലത്ത് മാത്രമുള്ള പ്രശ്നമാണോ, അല്ലെങ്കിൽ 365 ദിവസം ഇതേ ഒരു സമാന സാഹചര്യം? അങ്ങനെയല്ല. മഴക്കാലം വരുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ തോടും പിന്നെ തോട് നിറഞ്ഞിട്ട് മുറ്റവും നിറഞ്ഞിരിക്കും. അപ്പോഴും ഈ വേലിയേറ്റം ഉണ്ടാവും. അപ്പോൾ ഇതിലൂടെ വെള്ളം കയറും. ഇത് കഴിയുമ്പം മഴ കഴിയുമ്പോൾ ഇറങ്ങുന്ന കൂട്ടത്തിൽ ഞങ്ങൾ വിചാരിക്കും അതാ ഇത് കഴിഞ്ഞത്. പിന്നെ വേലിയേറ്റം അതിനോട് തുടർന്ന് പിന്നെയും കയറും. ഇങ്ങനെയാണ്, ഇടയ്ക്ക് കയറും ഇടയ്ക്ക് ഇറങ്ങും, ഇങ്ങനെ ഒരവസ്ഥയാണ്. അപ്പോൾ അവിടെ വെള്ളക്കെട്ടില്ലാത്ത ഒരു സമയം എന്ന് പറയാനില്ല.
അതിന് ഏതാണ്ട് 1-2 മാസങ്ങളാണെന്ന് തോന്നുന്നു ഇല്ലാത്ത. ഞാൻ ഈ നാട്ടുകാരി അല്ലാത്ത കാരണം ഞാൻ വന്നിട്ട് 25 വർഷമായി. പക്ഷെ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒരു മാസം 1-2 മാസം എനിക്ക് തോന്നുന്നു വെള്ളം ഇറങ്ങുന്ന ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ കയറിയിറക്കം തന്നെയാണ്. ഇപ്പോൾ ഈ വർഷങ്ങളായിട്ട് ഈ പറയുന്ന നിങ്ങൾ ഈ കക്കമാടൻ തുരുത്താണെങ്കിലും പാലിയന്തുരുത്താണെങ്കിലും LDF ജയിക്കുന്ന, CPM ജയിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് CPM ഒരുപാട് CPI ആണ്, ഇവർ രണ്ടുപേരും നിരന്തരമായിട്ട് ജയിച്ചു പോകുന്നൊരു വാർഡുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ അവിടുത്തെ ആളുകൾ ഇവർക്ക് തന്നെ വോട്ട് കൊടുക്കുന്നതിന്റെ ഒരു കാരണം എന്തായിരിക്കും? അല്ലെങ്കിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ലേ നിലവിൽ ഈ ഒരു വിഷയം? പക്ഷെ അവിടെ BJP അങ്ങനെ വന്ന് ഭരിക്കുന്ന അല്ല, അവർ വന്ന് ചോദിക്കോ വന്നിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊരു അറിവ് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും നമുക്ക് ചെയ്തു തരും, നിങ്ങളുടെ വെള്ളത്തിന്റെ പ്രശ്നത്തെ ഞങ്ങൾ പരിഹരിച്ചു തരാം, ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇത് അനുഭവിക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അനുഭവിക്കാനുള്ള വിധിയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് സമാധാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആരും വന്ന് നിങ്ങളുടെ ഈ വെള്ളത്തിന് ഒരു പരിഹാരം കാണിച്ചു അല്ലെ മാർഗം കാണിച്ചു തരാം, അല്ലെ ഞങ്ങൾ ഇതിനകത്ത് പരിഹരിക്കാം എന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ BJP നേതൃത്വം ഈ വിഷയം എങ്ങനെയാണ് നിങ്ങളെടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് ഈ ഒരു കമ്മിറ്റി അംഗമായ മനോജ് വന്ന്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ പറയാനാണ് ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ ലാഭം നോക്കാതെ ഒന്നും ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ ഈ വെള്ളത്തിനകത്തൊന്നും കയറാത്തൊരവസ്ഥ കണ്ടിട്ട് ആ മനുഷ്യൻ വന്ന് പ്രവർത്തിക്കുകയാണോ ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാം, ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തരാം, അവിടെ രാഷ്ട്രീയം നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. അദ്ദേഹം മുന്നോട്ട് വന്ന് ഇതിനകത്ത് ഞാൻ ഇതിന്റെ മുകളിലുള്ളവരോട് പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു മാസം മുമ്പേ സുരേഷ് ഗോപി സാർ വന്നു. ഞാനാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹം ഇത് കേട്ടു. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്. അപ്പം ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട കാര്യം ഞാൻ സാറിനോട് പറഞ്ഞു. അത് JCB വെച്ച് ഈ മണ്ണ് കോരി മുകളിലോട്ട് കയറ്റണം, അത് കഴിഞ്ഞിട്ട് ബണ്ട് കെട്ടണം. അപ്പം അത് ഞാൻ പറയേണ്ടവരോട് പറയാം എന്ന് പറഞ്ഞു. പിന്നെ മണ്ഡലം പ്രസിഡന്റ് ഞങ്ങളോട് വന്ന് ഈ മനോജ് പറഞ്ഞിട്ടാണ്, മനോജ് എന്ന് പറയുന്ന ഈ കമ്മിറ്റി അംഗം വന്ന് ജിതേഷിനോട് പറഞ്ഞിട്ട് ജിതേഷ് വന്നു പിന്നെ കാര്യങ്ങളെല്ലാം തിരക്കി. ജിതേഷ് ഇന്നലെ മീറ്റിംഗ് കൂടി, ഞങ്ങൾ ചാനലുകാരും ജനം TV-ക്കാർ വന്നു ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പകർത്തിയെടുത്തുകൊണ്ട് പോയി ഞങ്ങൾ സംസാരിച്ചു. അപ്പം മനോജ് മുഖാന്തരമാണ് ജിതേഷ് വന്ന് ഇടപെട്ടതും. ഇപ്പം ജിതേഷാണ് മുൻകൈ എടുത്ത് ഓരോന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ചേച്ചി, ഇപ്പോ എത്ര കാലങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഇതിൽ കുട്ടികളടക്കമുള്ള ആളുകളുടെ ഒരു അവസ്ഥ എന്താണ് ഇങ്ങനെ ഉപ്പോളം നിരന്തരമായിട്ട് കയറുന്ന സമയത്ത്? 28 വർഷമായി ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന നാള് തുടങ്ങി ഇത് തന്നെയാണ് അവസ്ഥ. ഒരാളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങളിപ്പോ മനോജ് തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ മനോജ് വന്ന് ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ച്, സുരേഷ് ഗോപി സാർ കഴിഞ്ഞ മാസം വന്നപ്പോൾ ഞങ്ങൾ ചെന്ന് സംസാരിച്ചിരുന്നു. ഞാനും ഈ മോളി ചേച്ചിയും ഞങ്ങളടുത്തുള്ള 1-2 പേരും കൂടിയാണ്. ഞങ്ങളുടെ അവസ്ഥയും കൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയമല്ല ഞങ്ങൾ ചിന്തിക്കുന്നത്. ഞങ്ങളുടെ മക്കളൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇട്ടെറിഞ്ഞിട്ട് ഇവിടുന്ന് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് നമുക്ക് എവിടേക്കെങ്കിലും പോവാം. എന്നുവെച്ചാൽ ഈ സ്ഥലം ആരും എടുക്കൂല. അവര് പറയണേ ഞങ്ങൾ പണിയെടുത്തിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി ഞങ്ങൾ അവിടേക്ക് വീട് മാറാം, അല്ലാതെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റൂല എന്നാണ് അവർ പറയണത്. എല്ലാവരും വെറുക്കാണ്. നമുക്ക് ദുർഗന്ധം കൊണ്ടില്ലേ, നമുക്കിനി അസുഖങ്ങളാണ് ഇനി വരാൻ പോണത്. ഞങ്ങൾ ശ്വസിക്കണത് ഈ കെട്ടിക്കിടക്കണ മലിനജലം ശ്വസിച്ചിട്ട് പലവിധ അസുഖങ്ങളാണ് കുട്ടികൾക്കായെങ്കിൽ. എല്ലാവരും വെറുക്കണം. പുറത്തുനിന്ന് ഒരാൾക്കാർ വന്നു കഴിഞ്ഞാല് ഞങ്ങളോട് ചോദിക്കുന്നത് എന്താണിത്, ഇത് ഇങ്ങനെയാണോ നിങ്ങളിവിടെ ജീവിക്കണത്? ഉണങ്ങിക്കിടക്കുന്ന ഒരു സമയം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. മഴക്കാലം വന്ന മലവെള്ളം, ഈ മഴക്കാലം കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോൾ ഈ വേലിയേറ്റം കയറിയിട്ട് ഈ ഉപ്പുവെള്ളം തന്നെ. ഒരു 10-12 വർഷമായിട്ടുള്ള വീട് പണിതിട്ട്, പക്ഷെ വീടൊക്കെ കാണണം, ആകെ ഇങ്ങനെ ഇങ്ങനെ പൊടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ MLA-യുടെ വീട്ടിലേക്ക്. അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടോ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടൊന്നും യാതൊരു പരിഹാരത്തിനായിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ലേ? MLA എന്ന് പറയുന്ന വ്യക്തി 2018 ഒരു പ്രളയം വന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല ഈ MLA-നെ. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല MLA. ഏതാണ് MLA എന്നുള്ള മുഖം? സത്യം പറയാലേ ഈ MLA-യുടെ മുഖം തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഓർമ്മയില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇദ്ദേഹത്തെ വീണ്ടും ജയിപ്പിക്കണതെന്നാണ് ഞാൻ ഓർക്കണത്. ഇപ്പൊ ഇവിടുത്തെ ചെയർപേഴ്സൺ ഒരു സ്ത്രീയാണല്ലോ, അവരുടെ അടുത്ത് ഈ ഒരു വിഷയം പറഞ്ഞിട്ടും പ്രത്യേകിച്ച് പരിഹാരങ്ങൾക്കൊന്നും നിന്നിട്ടില്ല. കൗൺസിലർ പറഞ്ഞത് ഞങ്ങളുടെ ഇതില് ഫണ്ടില്ല എന്നാണ് പറഞ്ഞത്. 2-3 പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾ ജനങ്ങളെല്ലാവരും കൂടി സഹകരിക്കുക, നമുക്ക് എന്നിട്ട് ഇങ്ങനെ JCB-ക്ക് ഒന്ന് കോരി തൽക്കാലം ഒരു പരിഹാരം. പക്ഷെ അവര് പറയണ ഫണ്ടില്ല എന്ന്. ഈ
കൗൺസിലർ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടായിട്ടില്ല, ഒരു കാര്യം ചെയ്തു തന്നിട്ടില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കണമല്ലോ, അതുപോലും ഉണ്ടായിട്ടില്ല. ചേച്ചി നമസ്കാരം, പേരെന്നായിരുന്നു? ബബിത. ഇപ്പോ ഇവര് പറയുന്ന ഈ ഒരു വിഷയമുണ്ടല്ലോ, ഇതിനിപ്പോ ഒരു പരിഹാരം എന്നുള്ള രീതിയിലേക്ക് BJP ഇപ്പോ വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ മുനിസിപ്പാലിറ്റിയെ കാണുന്നത്. അപ്പൊ മുനിസിപ്പാലിറ്റിയിൽ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം കാണുമെന്നാണോ BJP നേതൃത്വം പറയുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇതുവരെ ഉണ്ടായിട്ടുള്ള വേറെ ആരും ഞങ്ങൾക്കൊന്നും ചെയ്തു തന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നു. അതിന്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് ഈ ഒരു കാര്യം. തീർച്ചയായിട്ടും ഇത് ഈ ഒരു സിറ്റുവേഷനിലൂടെ മുന്നോട്ട് ഇനിയും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രദേശം വിട്ട് നിങ്ങൾക്ക് പോകേണ്ടി വരും. ആ ഒരു അവസ്ഥയാണോ യഥാർത്ഥത്തിൽ? അതേ ഉള്ളു ഇപ്പൊ ഞങ്ങൾക്ക് നോക്കാനായിട്ട്. ഇനി ഞങ്ങളുടെ മക്കളായിട്ട് അവിടെ എത്ര നാൾ നിൽക്കും? അവർക്കൊന്നും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് വരുന്ന കുട്ടികൾ തീരെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയല്ല. ഞങ്ങളുടെ പേഴ്സണൽ നീഡ്സ് പോലും ഞങ്ങൾക്ക് അവിടെ നടത്തി തരുന്നില്ല. കാരണം അതിനു വേണ്ടിയിട്ട് അവിടേക്ക് ഒരു വണ്ടി വരാനോ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളില്ല അവിടെ. അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വലിയ പ്രശ്നമാണല്ലേ? വലിയ പ്രശ്നമാണ്. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ പേര് ശ്രീദേവി. ചേച്ചി ഇപ്പോ ഈ പറഞ്ഞതുപോലെ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതിലൊന്നും നമുക്ക് വ്യത്യാസമില്ല. അവര് മനസ്സിൽ എന്ന് പറഞ്ഞാൽ നെഞ്ചിൽ തൊട്ടാണ് പറയണത്, ഞങ്ങളുടെ അവസ്ഥയാണ് പറയണത്. അത് കണ്ടറിഞ്ഞവർക്കും തൊട്ടറിഞ്ഞവർക്ക് പറ്റുള്ളൂ. മറ്റുള്ളവർ നിങ്ങൾക്ക് ആർക്കും അത് കേട്ടത് കൊണ്ടില്ല. ഞങ്ങളുടെ അവസ്ഥ അവിടെ വന്ന് കാണണം. വല്ലാത്തൊരവസ്ഥയാണ്. മാറി മാറി ഓരോരുത്തർ വരും, അവർ ഭരിക്കും, അവര് ആശ്വാസം കൊടുക്കും, ഞങ്ങൾ ചെയ്യാം, ഇനി ചെയ്യും എന്ന് പറയും. അത് പറയല് മാത്രം, നമുക്ക് അത്രേ ഇനി പറയാനുള്ളൂ. നമ്മള് കുറ്റപ്പെടുത്തിയോണ്ട് പറഞ്ഞതുകൊണ്ട് ഒന്നുമില്ല. വല്ലാത്തൊരവസ്ഥ. ഇനി ഒരാളും ഈ 2 വാർഡുകളിൽ കാലങ്ങളിൽ വിട്ടുപോകേണ്ടി വരും. കാരണം ആദ്യകാലങ്ങളിൽ വൃശ്ചികത്തിൽ മാത്രം 3 ദിവസം വന്നിരുന്ന വേലിയേറ്റം ഇപ്പൊ 12 മാസത്തില് 6 മാസവും വേലിയേറ്റവും 6 മാസം മഴയെന്നുള്ള. അപ്പോഴും ഞങ്ങൾ വെള്ളത്തിൽ തന്നെയാണ്. മഴക്കാലം വന്നാലും ഞങ്ങൾ വെള്ളത്തില്, വേനൽക്കാലം വന്നാലും വെള്ളത്തില്. അപ്പൊ ഒരു വണ്ടി കൊണ്ടുവരാനോ പറഞ്ഞ പോലെ ഇനി കുട്ടികൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. എല്ലാവരും ആ വീടിട്ട് സാമ്പത്തികമായിട്ട് ഇതുള്ളവര് അതിട്ട് തന്നെ പോകും. അത് വേണ്ട, വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം എന്നുള്ളത്. നമ്മളുടെ വാർഡ് എന്ന് പറയുമ്പോ തന്നെ ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ ഇഷ്ടമില്ല. അത് 2018 പ്രളയം കഴിഞ്ഞപ്പോ തുടങ്ങി ആർക്കും അത് വല്ലാത്തൊരവസ്ഥയാണല്ലോ. അതിനെക്കുറിച്ച് വീട് മുഴുവൻ മുങ്ങി സർവ്വതും നശിച്ച അവസ്ഥയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ കൂടി വയ്യ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. പ്രളയം വന്നിട്ട് ഞങ്ങൾക്ക് പ്രളയം വന്നില്ല എന്ന് വരെ തീർത്തതാണ്. ശരിക്കും നിങ്ങളുടെ ഭാഗത്തേക്ക് വെള്ളം വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴും ഒരുപാട് പേർക്ക് അതിന് മെയിൻ്റെനൻസ് എന്നല്ല, വീട് നശിച്ചിട്ട് പോലും പൈസ കിട്ടാണ്ട് ഇപ്പൊ കോടതിയിൽ ഇതായിട്ട് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. എത്ര വട്ടം ഞങ്ങള് എറണാകുളത്ത് അവിടെ കോടതിയിൽ സമീപിച്ചതാണ്. 2 ഹിയറിങ്ങിന് പോയി, പിന്നെ 3ാമത് അവരെ നിർത്തിവെച്ച്. അർഹതപ്പെട്ടവർക്ക് കിട്ടിയിട്ടില്ല. അതൊരു വല്ലാത്ത സംഭവമാണ്. വിഷമം തോന്നും നമ്മൾക്ക്. കാരണം നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ താമസിച്ചേ പറ്റൂ. നമ്മളത് നന്നാക്കേണ്ട. അവർ പറഞ്ഞു, നോക്കിയവർ പറഞ്ഞു ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചിട്ടില്ല? നമുക്കത് അന്ന് സംഭവിച്ചത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ആരെങ്കിലും വരുമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മള് പൈസ കടായാലും എന്തായാലും എല്ലാവരും അത് ചെയ്തു പോകും. അല്ലാണ്ട് ഇപ്പോഴത്തെ അവസ്ഥ 18 തുടങ്ങി 25 വരെ വെച്ചോണ്ടിരിക്കാൻ പറ്റൂലല്ലോ. എന്നിട്ട് അവര് നിങ്ങൾക്ക് ഇത് പ്രളയത്തിൽ വെള്ളം നിങ്ങളുടെ ഭാഗത്ത് കയറിയിട്ടില്ല എന്ന് വരെ വരുത്തി തീർത്ത്. ഇപ്പോ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകളാണല്ലോ ഈ പറയുന്ന പ്രദേശത്ത്. ഇപ്പൊ നിങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അധികം BJPക്ക് സ്വാധീനമില്ലാത്തൊരു പ്രദേശമായിരുന്നു. ഇപ്പോ വലിയ മാറ്റം ഉണ്ടെങ്കിൽ പോലും, പക്ഷെ എന്നിട്ട് പോലും ജനങ്ങൾ വീണ്ടും അവർക്ക് വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് നമുക്ക് മനസ്സിലാവണില്ല. നമ്മള് അവരോട് ഇപ്പൊ ഇനിയുള്ള ഇതിൽ നമ്മൾ ചങ്ക് തുറന്നവരോട് പറയുന്നുണ്ട്. നമ്മൾ ആരെയും കരിവാരിത്തേക്കാൻ, എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയങ്ങളുണ്ട്, ആയിക്കോട്ടെ. മനസ്സറിഞ്ഞ് ഒരു കൗൺസിലർ ആയവൻ ആരായാലും ആയവളായാലും ചങ്കിൽ തൊട്ട് പറയണം, ഞാൻ അവിടെ എന്തും ചെയ്യും, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയണവര് ഇല്ല ഞങ്ങൾക്ക്. കാരണം ആ കാര്യം പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അങ്ങനെ പറയണവര് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങളോട് ചങ്കിത്തൊട്ട് പറയണവരില്ല. അപ്പൊ ഇപ്പൊ നമ്മൾക്കത് കിട്ടിയേക്കണത് ഇവിടെ നിന്നാണ്. BJP മാത്രമേ, തീർച്ചയായിട്ടും BJP മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ ഇറങ്ങി തിരിച്ചത്. സ്റ്റേറ്റ് പ്രസിഡന്റ് എന്താ നിങ്ങളോട് പറഞ്ഞത്? നമുക്ക് നോക്കാം, ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ അല്ലാണ്ട് ഞങ്ങളോട് നോക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ചെയ്യാം തന്നെയാണ് പറഞ്ഞേക്കണത്.
കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ വലിയ രീതിയിൽ തന്നെ ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ വേലിയേറ്റത്തിൽ ഏകദേശം വർഷത്തിൽ മുഴുവൻ ദിവസവും പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ചേച്ചിമാരും അല്ലെങ്കിൽ കുടുംബക്കാരാണ് നമ്മോടൊപ്പം ഇന്ന് ഈ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞത്. നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് കേൾക്കുന്നത് ആലപ്പുഴ പോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വെള്ളം കയറുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ പലപ്പോഴായിട്ട് ഇതുപോലെ വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ. LDF ഏകദേശം 50 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ്. അപ്പോൾ ഇതിലൊരു പരിഹാരം കാണാനായിട്ട് ഇന്നോളം അവർക്ക് സാധിച്ചിട്ടില്ല. ഇനി ഏക പ്രതീക്ഷ BJP ആണ് എന്നുള്ള ഒരു വാക്കുകൂടിയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്നും വിപിൻലാൽ, ഫസ്റ്റ് റിപ്പോർട്ട്സ്.